നമസ്തേ, പ്രീതാസ് കലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ദോശയാണ്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ദോശയാണ്. നല്ല ടേസ്റ്റുമാണ്. സാധാരണ ദോശയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇത് ഉണ്ടാക്കി കഴിച്ചോളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ഈ വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് ചാമട അരി 6 മണിക്കൂർ മുന്നേ നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിലിട്ട് വെച്ചതാണത്. നിങ്ങൾ രാവിലെയാണ് ഉണ്ടാക്കണതെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെച്ചോളൂ. ഞാനിപ്പോൾ ഇവിടെ ഉച്ചയ്ക്കാണ് ഉണ്ടാക്കണത്. ഇവിടെ ഉച്ചയ്ക്ക് ചോറ് വേണമെന്നുള്ള നിർബന്ധമില്ല. അപ്പോൾ ഞാനിത് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. മെഷറിംഗ് കപ്പിൽ 1 കപ്പാണ്. തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സ്പ്രൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചതാണ്. അതേപോലെ ചെറുപയർ എടുത്ത അതേ അളവിൽ തന്നെയാണ് കുറച്ച് കടലയും എടുത്തിട്ടുള്ളത്. മെഷറിംഗ് കപ്പിൽ കുതിർന്നതിന് ശേഷം 1 കപ്പ് കടലയും എടുത്തിട്ടുള്ളത്. ചാമട അരി പോലെ 5-6 മണിക്കൂർ പോരാ, ഓവർനൈറ്റ് സോക്ക് ചെയ്യണം. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ രണ്ടും വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ. ഈ മുളകിന് അധികം എരിവില്ല, അതാ 3 എണ്ണം എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും വലിയൊരു ഇഞ്ചിയുടെ കഷ്ണവും 2 തണ്ട് കറിവേപ്പിലയും കഴുകി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3/4 ക്യാരറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല, പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഗ്രേറ്റ് ചെയ്യണതാണ് എനിക്ക് സൗകര്യം, അതുകൊണ്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ പൊടിയായിട്ട് കുറച്ച് പാലക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്യണം. ഒരു സവാളയുടെ 3/4 ഭാഗം, ചെറിയൊരു സവാളയുടെ 3/4 ഭാഗവും പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ടി പകുതിയോളം ഇതുപോലെ പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കുതിർത്ത് വെച്ച കടല ഉണ്ടല്ലോ, ആ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുതിർത്ത് വെച്ച ചെറുപയറും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ആ ചാമട അരി ഉണ്ടല്ലോ, ആ ചാമട അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളകിൻ്റെ ഞെട്ടിക്കൊന്ന് കളഞ്ഞിട്ട് അതൊന്ന് രണ്ടാക്കി പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ഇഞ്ചി ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച കറിവേപ്പില, ആ തണ്ടൊക്കെ ഊരി അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ജീരകവും കുരുമുളകും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മീതെ 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ അരച്ചു വെച്ച മാവുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അതിനാണ് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം എന്ന് പറഞ്ഞത്. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇട്ടതിന് ശേഷം നേരൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം, സവാളയും ക്യാപ്സിക്കവും ക്യാരറ്റും പാലക്കും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നേരെ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസാക്കിയിട്ടല്ല ഞാനിതിൻ്റെ ബാറ്റർ റെഡിയാക്കണത്. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ബാറ്റർ റെഡിയാക്കണത്. ഇപ്പം നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ദോശച്ചട്ടിയാണ് കഴുകിയിട്ട് വെച്ചിട്ടുള്ളത്. ഇരുമ്പിൻ്റെയിലൊക്കെ ദോശ ഉണ്ടാക്കുമ്പോഴാണ് ദോശയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾ ഏതിലാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിൽ ആക്കിക്കോളൂ. അതിനുശേഷം ഞാനിതുകൊണ്ട് തുണി വെച്ചിട്ട് ഇവിടെ കുറച്ച് നല്ലെണ്ണ ഇതിലേക്ക് തടവി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പം മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ ഉണ്ടല്ലോ, ദോശയുടെ ബാറ്റർ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതൊരു 1.5 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരുപാട് നൈസായിട്ട് പരത്തണില്ല, കുറച്ച് കട്ടിക്കാണത് പരത്തി കൊടുക്കണത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഹെൽത്തൊക്കെ നോക്കുന്നവർ, മറ്റേ ഡയറ്റൊക്കെ നോക്കുന്നവർ വേണമെന്നുണ്ടെങ്കിൽ ഈ നെയ്യൊന്ന് സ്കിപ്പ് ചെയ്തോളൂ, വേണ്ടാന്നുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് ഇതിന് മുകളിലേക്ക് എള്ള് കൂടി വിതറി കൊടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്ന്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ദോശ ചുട്ടെടുക്കണത്. കാരണം കുറച്ച്
കട്ടിക്കല്ലേ നമ്മൾ ദോശ പരത്തി കൊടുത്തുള്ള, നല്ല നൈസല്ലല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നൈസായിട്ടാണ് ദോശ ഉണ്ടാക്കേണ്ടതെങ്കിൽ ബാറ്റർ കുറച്ച് ലൂസാക്കി എടുത്താൽ മതി. ഇപ്പോൾ 2 സൈഡും നേരെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.